ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റിന് SIT തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിലും ഒരു KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നലെ അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കുണ്ടെന്ന SIT പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഈ തിരുവാഭരണം കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ എല്ലാ സമ്പാദ്യത്തിൻ്റെയും ആസ്തികളുടെയും ഒക്കെ ഏറ്റവും വലിയ ചുമതലക്കാരൻ തിരുവാഭരണ കമ്മീഷണറാണ്. വേലി തന്നെ വിളവ് നിന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ സംശയിക്കുന്ന ഇയാളുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉറപ്പിക്കാതെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്നാണ് കണ്ടെത്തൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു, ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ എന്നിവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകാൻ സാധ്യതയെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. MG പ്രതീഷ് തിരുവനന്തപുരം വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ISKN ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കമുണ്ടായത്. അത് മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റായിരുന്നു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് KS ബൈജുവിനെ ഇന്നലെ SIT അറസ്റ്റ് ചെയ്തത്. ഈ KS ബൈജുവിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ അന്ന് ശബരിമലയിലെ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവായിരുന്നു. ഈ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ മാത്രം ആയിരിക്കണം ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ നടക്കാൻ. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം ബോധപൂർവം അതിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവാഭരണം പോലുള്ള സ്വർണം പോലുള്ള ഇത്തരത്തിലുള്ള അമൂല്യ വസ്തുക്കളുടെ എല്ലാം കസ്റ്റോഡിയനായി ഇരിക്കേണ്ട വ്യക്തി തിരുവാഭരണം കമ്മീഷണറാണ്. പക്ഷേ ഈ സ്വർണ്ണപ്പാളി കൈമാറുന്ന ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായില്ല. അവിടെ നിന്ന് വിട്ടുനിന്നു, ബോധപൂർവം വിട്ടുനിന്നു എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നിലവിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. ഇവിടെ വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ KS ബൈജുവിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നത്. നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് SITയുടെ അന്വേഷണം നടക്കുന്നത്. നിലവിൽ 3 ഉദ്യോഗസ്ഥരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അട്ടിമറിയും ഗൂഢാലോചനയും നടന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടത്താൻ ഇവർ കൂട്ടുനിന്നു എന്നതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഒപ്പം കൂടുതൽ പേരിലേക്ക് ഇനി അന്വേഷണം എത്തും എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന കാര്യം. ഇതിൽ ഏറ്റവും നിർണായകമായ ഒന്ന് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ ഉത്തരവിട്ട ഉത്തരവിൽ ഒപ്പുവച്ചത് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയാണ്. ജയശ്രീക്കെതിരായി അധികം വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി ഉണ്ടാകും. പക്ഷേ ആ നടപടി മുന്നിൽ കണ്ടുകൊണ്ട് പത്തനംതിട്ട കോടതിയിൽ ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലൊരു നീക്കവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, നിലവിൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് SITയുടെ അന്വേഷണം നടക്കുന്നത്. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ വിമർശനം അക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ അല്ലെങ്കിൽ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം എത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. ഈ N. വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു സൂചന ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. നേരത്തെ N. വാസുവിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. പക്ഷേ N. വാസുവിന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്കും സാധ്യതയുണ്ട്. ഒപ്പം 2019 ബോർഡ് അംഗങ്ങളെയും പത്മകുമാർ പ്രസിഡന്റായി ഉള്ള ബോർഡ് അംഗങ്ങൾക്കും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവരിലേക്കും വൈകാതെ തന്നെ അന്വേഷണം എത്തും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. ഇവരെ ഉൾപ്പെടെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടികളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും. അങ്ങനെ ഇതിന്റെ അട്ടിമറിയും ഗൂഢാലോചനയും ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. SKN. നമുക്കൊപ്പം ചേർന്നത് MG പ്രതീഷാണ്. താങ്ക് യു പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.